ഹലോ മക്കളെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നാളെ കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന എക്സാമിനറിന് എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. തകർത്ത് എഴുതി വരിക മക്കളെ. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കുറേ കുട്ടികൾ കമൻറ്റ് ബോക്സിലും ലൈവ് ചാറ്റിലൊക്കെ ആയിട്ട് ഇടുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ, ഫിസിക്സ് ഫുൾ തീരുന്നില്ല, പഠിച്ച് തീരുന്നില്ല, ഡെറിവേഷൻ തീർക്കാൻ പറ്റുന്നില്ല, ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുന്ന അറിയില്ല. എക്സാമിനറിൻ്റെ ലൈവുകളാണെങ്കിൽ എല്ലാം എടുത്ത് കഴിഞ്ഞു, എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു, പക്ഷെ അതിനി കാണാൻ സമയമില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫുൾ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ്, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ചോദ്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ലൈവിന് എത്ര സമയം എടുക്കുന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ലൈവ് എടുക്കുമ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തു, സാർ 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടി 9 മണിക്കൂറാണ് എടുത്തത്, 10ാം ക്ലാസ്സുകാരുടെ ഫിസിക്സിന് 10 മണിക്കൂറായിരുന്നു, +1 11 മണിക്കൂറായിരിക്കും എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം അത് തന്നെയാണ് മക്കളെ. +1 ലൈവ് 11 മണിക്കൂറായിരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം കൃത്യം 4 മണിക്ക് വിൽ ബി സ്റ്റാർട്ടിങ്. 11 മണിക്കൂർ കൊണ്ട് എല്ലാ 14 ചാപ്റ്റേഴ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ തിയറി പാർട്ട്, ഡെറിവേഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. മുഴുവനായിട്ട് നമ്മൾ തീർക്കുന്നതായിരിക്കും. സോ ഒരൊറ്റ ലൈവോട് കൂടെ മാക്സിമം മാർക്ക്, മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ വരിക. നാളെ വൈകുന്നേരം കൃത്യം 4 മണിക്ക് ലൈവിൽ ജോയിൻ ചെയ്യുക. 11 മണിക്കൂർ ലൈവ് എടുക്കാൻ വേണ്ടി നമ്മുടെ എക്സാമിനറുടെ പവർഫുൾ ടീച്ചേഴ്സ്, അത് ഞാനും ദിൽഷാമസും, ഞങ്ങൾ എന്തായിരിക്കും റെഡി ആയിരിക്കും മകളെ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. കാരണം നാളെ മാത്രമേ ഇതിനൊരു ചാൻസ് ഉള്ളൂ. പരീക്ഷ തലേന്ന് നമുക്ക് ഇങ്ങനത്തെ സർക്കസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. നാളെ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം രാവിലേക്ക് ഇരുന്ന് ഇത് റിവൈസ് ചെയ്യാം. ഡെറിവേഷൻസ് ആയിക്കോട്ടെ, ക്വസ്റ്റൻസ് ആയിക്കോട്ടെ, റിവൈസ് ചെയ്യാം. വൈകുന്നേരം 7:30 തന്നെ, പരീക്ഷ തലേന്ന് വൈകുന്നേരം 7:30 തന്നെ ഷുവർ ക്വസ്റ്റൻ ലൈവ് ഉണ്ടാവും. അത് ഷോർട്ട് ലൈവ് ആയിരിക്കും. അവിടെ നമുക്ക് സർക്കസ് കാണിക്കാനൊന്നുമില്ല. സർക്കസ് കാണിക്കാൻ പോവുകയും ചെയ്യരുത്. ഇത്രേ പറയാനുള്ളൂ. നാളെ വൈകുന്നേരത്തെ 11 hours ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. രാവിലെ വൈകുന്നേരം കയറി വരിക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിനെ അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം.